കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകും എന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട തുക അത് നൽകും എന്ന കേന്ദ്ര നിലപാട് ഇപ്പോൾ കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തു എന്നുകൂടി വ്യക്തമാക്കുന്നു SG. അപ്പം അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നു എന്ന് കേരളം സുപ്രീം കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ അർഹതപ്പെട്ട ഫണ്ട് അത് തടഞ്ഞു വയ്ക്കില്ല, കേരളത്തിന് SSA ഫണ്ട്, സർവശിക്ഷാ അഭിയാൻ ഫണ്ട് നൽകും എന്ന വളരെ സുപ്രധാനമായൊരു നിലപാട് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് SSA ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെക്കുന്നു, അതിനായി നിബന്ധന വെച്ചു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ആ ഫണ്ട് വിട്ടുതരികയുള്ളൂ. ഇപ്പോൾ കേന്ദ്രം നിലപാട് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. ആ ഫണ്ട് തടഞ്ഞു വെക്കില്ല, അർഹമായ തുക അത് കേരളത്തിന് നൽകുക തന്നെ ചെയ്യുമെന്നാണ് കേന്ദ്ര നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അച്യുതൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ ചേർന്നു. അച്യുതൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് കേന്ദ്രം കോടതിയെ അറിയിച്ചിരിക്കുന്നത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നിയമനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇത്തരമൊരു തുക നൽകാം എന്നൊരു കാര്യം കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ കേരളം പറഞ്ഞത് അർഹതപ്പെട്ട പണം അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല, അത് തടഞ്ഞു വെക്കുന്നു എന്നൊരു കാര്യം കേരളം സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയിക്കുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് കേരളത്തിന് അർഹതപ്പെട്ട തുക നൽകും എന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സർവശിക്ഷ അഭിയാൻ പദ്ധതിയിൽ അർഹമായ തുക എത്രയാണോ അത് കേന്ദ്ര സർക്കാർ നൽകും. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തു എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നു എന്ന കേരളത്തിന്റെ ആ ഒരു പരാമർശത്തിലാണ് കേന്ദ്രം മറുപടി നൽകിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട SSK ഫണ്ട് ലഭിക്കുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത് ഈ മാസം 10-ന് ഡൽഹിയിലേക്ക് പോയി ഇക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തും എന്ന കാര്യങ്ങളാണ്. നേരത്തെ ഈ PM3 പദ്ധതിയിൽ ഒപ്പുവെച്ചത് കൂടി ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല, അത്തരം സാങ്കേതികത്വം മറികടക്കാൻ കൂടിയാണ് PM3 പദ്ധതിയിൽ സ്കീമിൽ കേരളം ഒപ്പുവെച്ചത് എന്നതായിരുന്നു വിശദീകരണം. പക്ഷേ ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാടെന്നത് സർവശിക്ഷ അഭിയാൻ പ്രകാരം എത്രയാണോ അർഹമായ തുക അത് കേന്ദ്ര സർക്കാർ നൽകും എന്ന കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പ്രജി, സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അച്യുതൻ, ഇതിൽ ചേർത്ത് വായിക്കേണ്ട ഘടകങ്ങൾ, ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള സാഹചര്യം അത് സംസ്ഥാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിച്ചത് ഇത്തരത്തിൽ SSA ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുന്നു, അത് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അത് അനുവദിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണം എന്നൊരു നിബന്ധന കേന്ദ്രം മുന്നോട്ട് വെച്ചു. അതുകൊണ്ടാണ് ആ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. പക്ഷേ PM ശ്രീ ഫണ്ട് കേരളത്തിന് ആവശ്യമില്ല, SSA ഫണ്ട് മാത്രം, സർവശിക്ഷാ അഭിയാൻ ഫണ്ട് അത് തടഞ്ഞു വെച്ച ഫണ്ട് മാത്രം കേരളത്തിന് മതി എന്നൊക്കെയുള്ള നിലപാടുകൾ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചതാണ്. പിന്നീട് ഇവിടെ കേരളത്തിലുണ്ടായ സംഭവങ്ങൾ, വിവാദങ്ങളൊക്കെ തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് പിന്നീട് മുന്നണി യോഗം ചേരുകയും PM ശ്രീ ഫണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതി അത് മരവിപ്പിക്കാനുള്ള തീരുമാനം വരികയും തൽക്കാലം അതുമായി മുന്നോട്ട് പോകേണ്ട തീരുമാനമൊക്കെ സർക്കാർ കൈക്കൊണ്ടതും ഇപ്പോൾ ആ ഫണ്ട് SSA ഫണ്ട് നൽകാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിക്കുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അതിനോട് എങ്ങനെയായിരിക്കും സംസ്ഥാന സർക്കാർ പ്രതികരിക്കുക എന്ന് ശ്രദ്ധേയമാണ്. മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളം കോടതിയെ എന്തൊക്കെ അറിയിച്ചു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, കോടതിയിൽ പ്രധാനമായിട്ടും കാര്യം ഫണ്ട് ലഭിക്കുന്നില്ല, അതായത് അർഹതപ്പെട്ട ആ തുക അത് കേന്ദ്രം നൽകുന്നില്ല, പല കാരണങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെക്കുന്നു എന്നതായിരുന്നു കേരളം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ അറിയിച്ചത്. ആ ഘട്ടത്തിലാണ് അതിനെ എതിർത്തുകൊണ്ട് തന്നെ കേന്ദ്രം മറുപടി വ്യക്തമാക്കിയത്. അതായത് കേരളത്തിന് ഈ സർവശിക്ഷ അഭിയാൻ പ്രകാരം ആ പദ്ധതി പ്രകാരം എത്ര തുകയാണോ അർഹമായിട്ടുള്ളത് ആ തുക നൽകും എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലും വ്യക്തമാക്കിയത്. PM3 സ്കീമുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ അത് ഒപ്പുവെക്കാനിടയാക്കിയ കാരണം തന്നെ ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് കിട്ടുന്നില്ല, അത് ഈ പദ്ധതിയുടെ ഭാഗമായാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് എത്ര കാലം ഇങ്ങനെ കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങാതിരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും കേരളത്തിന്റെ ആവശ്യം അതായിരുന്നു, SSA ഫണ്ട് കിട്ടണമെന്നുള്ളത്. ഇപ്പോൾ അത് നൽകാമെന്ന് കേന്ദ്രം അറിയിക്കുന്നു, അതും സുപ്രീം കോടതിയിൽ തന്നെ അറിയിക്കുന്നു. ഇനിയിപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ കേരളം ഇനി എന്ത് നിലപാട് സ്വീകരിക്കും ഈ പശ്ചാത്തലത്തിൽ എന്നത് ശ്രദ്ധേയമാണ്. അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.